മുംബൈയിലെ തിരക്കേറിയ റോഡ്. മഴ ശക്തമായി പെയ്യുന്ന സമയം. റോഡിലൂടെ രത്തൻ ടാറ്റയുടെ കാർ കടന്നു പോകുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആ ഒരു ചെറിയ കുടുംബത്തിലേക്ക് പോകുന്നത്. ഒരു അച്ഛൻ സ്കൂട്ടർ ഓടിക്കുന്നു. പിന്നിൽ അമ്മ. അവരുടെ ഇടയിൽ ഒരു ചെറിയ കുട്ടിയും. മഴയിൽ നനഞ്ഞുകൊണ്ട് ആ കുടുംബം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നു. ഒരു ചെറിയ അപകടം സംഭവിച്ചാൽ പോലും ആ കുടുംബത്തിന്റെ ജീവിതം തന്നെ മാറിപ്പോകും. രത്തൻ ടാറ്റ ആ കാഴ്ച കുറച്ചുനേരം നോക്കി നിന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ. ഒരു സാധാരണ ഇന്ത്യൻ കുടുംബത്തിന് സ്കൂട്ടറിനേക്കാൾ സുരക്ഷിതമായ ഒരു വാഹനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ലേ? പക്ഷേ അതിന് വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഒരു കാർ. അതും ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാനാവുന്ന വിലയിൽ. അന്ന് ഇന്ത്യയിലെ ഒരു കാർ വാങ്ങുന്നത് പല കുടുംബങ്ങൾക്കും വലിയൊരു സ്വപ്നമായിരുന്നു. രത്തൻ ടാറ്റ ആ ഒരു സ്വപ്നം മാറ്റുവാൻ തീരുമാനിച്ചു. അതിൻ്റെ ലക്ഷ്യം ₹1,00,000 ഒരു കാർ എന്നത് മാത്രമായിരുന്നു. ലോകം അന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടേറിയ ആ ഒരു ആശയം. പക്ഷേ രത്തൻ ടാറ്റ അതൊരു വെറുമായി ആശയമായി നിലനിർത്തിയില്ല. ടാറ്റ മോട്ടോഴ്സിലെ എഞ്ചിനീയേഴ്സിനെ കൊണ്ട് അദ്ദേഹം വലിയൊരു ചലഞ്ച് ഏറ്റെടുപ്പിച്ചു. ₹1,00,000 ഒരു കാർ നിർമ്മിക്കണം. അങ്ങനെ ആ ഒരു മഴയത്ത് ഒരു കുടുംബത്തെ കണ്ടതിൽ നിന്നും ആരംഭിച്ച ആ ഒരു വലിയ സ്വപ്നം 2008 ലോകത്തിന് മുമ്പിലെത്തി. പേര് ടാറ്റ നാനോ. ഇന്ത്യയുടെ പീപ്പിൾസ് കാർ. പക്ഷേ ₹1,00,000 കാർ നിർമ്മിച്ച് ലോകത്തെ ഞെട്ടിച്ച ഈ ഒരു വാഹനം എന്തുകൊണ്ടാണ് കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ പരാജയപ്പെട്ടത്? എന്താണ് ടാറ്റ നാനോയുടെ കഥയിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്? ഇന്ന് നമുക്ക് ആ കഥ തുടക്കം മുതൽ ഒന്ന് അവസാനം വരെ എത്തി നോക്കാം. രത്തൻ ടാറ്റയുടെ ഈ ഒരു ആശയം കേട്ടപ്പോൾ തന്നെ പലർക്കും ഒരു സംശയമുണ്ടായിരുന്നു. ₹1,00,000 എങ്ങനെ ഒരു കാർ നിർമ്മിക്കാൻ സാധിക്കും? കാരണം ഒരു കാർ നിർമ്മിക്കുക എന്നത് വളരെ എളുപ്പമല്ല കാര്യമല്ലായിരുന്നു. എൻജിൻ വേണം, ട്രാൻസ്മിഷൻ വേണം, ബോഡി വേണം, സസ്പെൻഷൻ വേണം, ബ്രേക്സ് വേണം, ഇൻറ്റീരിയർ വേണം. അതിനു പുറമെ മാനുഫാക്ചറിങ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടാക്സസ് ഇതെല്ലാം കണക്കിലെടുത്താൽ ₹1,00,000 കാർ നിർമ്മിക്കുക എന്നത് ഏകദേശം ഇമ്പോസിബിൾ തന്നെയായിരുന്നു. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് ഈ ചലഞ്ച് ഏറ്റെടുത്തു. എഞ്ചിനീയേഴ്സിന് മുന്നിൽ ഒരു സിമ്പിൾ ടാർഗറ്റ് വെച്ചു. കോസ്റ്റ് കുറയ്ക്കണം, പക്ഷേ കാർ സാധാരണ വാഹനമായി തന്നെ ഉപയോഗിക്കാൻ കഴിയണം. അങ്ങനെ നാനോയുടെ ഡെവലപ്മെൻറ്റ് ആരംഭിച്ചു. നാനോ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു കാർ മാത്രമായി തോന്നാം. പക്ഷേ അതിന് പിന്നിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. കോസ്റ്റ് കുറയ്ക്കാൻ ടാറ്റ മോട്ടോഴ്സിലെ പല കാര്യങ്ങളും പുതുതായി ചിന്തിക്കാൻ തുടങ്ങി. നാനോയുടെ എഞ്ചിൻ മുന്നിലല്ലായിരുന്നു, പിന്നിലായിരുന്നു. അതായത് റിയർ മൗണ്ടഡ് എഞ്ചിൻ. എഞ്ചിൻ പിന്നിൽ സ്ഥാപിച്ചതിലൂടെ കാബിൻ സ്പേസ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഉപയോഗിച്ചു. നാനോയിൽ ഉണ്ടായിരുന്നത് 624cc 2 സിലിണ്ടർ പെട്രോൾ എഞ്ചിനായിരുന്നു. ഭാരം കുറയ്ക്കാനും പ്രൊട്ടക്ഷൻ കോഡ് കുറയ്ക്കാനും എഞ്ചിനീയർ ശ്രമിച്ചു. ഇന്റീരിയർ വളരെ സിമ്പിളാക്കി മാറ്റി. ഡാഷ്ബോർഡ് മിനിമലാക്കി. അൺനെസറി ഫീച്ചേഴ്സ് എല്ലാം ഒഴിവാക്കി. എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ലക്ഷ്യം മാത്രം, കാർ കഴിയുന്നത്ര അഫോർഡബിൾ ആക്കി മാറ്റുക. പക്ഷേ ഇതിലെല്ലാം ചെയ്യുമ്പോഴും ഒരു പ്രധാന ചോദ്യം മുന്നിലുണ്ടായിരുന്നു. ഈ കാർ ഇന്ത്യയിലെ ആളുകൾ വാങ്ങുമോ എന്നതായിരുന്നു അത്. അതിൻ്റെ ഉത്തരം ഉടൻ തന്നെ ലഭിക്കാൻ പോകുകയായിരുന്നു. 2008 ജനുവരി ന്യൂഡൽഹിയിലെ ഓട്ടോ എക്സ്പോയിൽ ടാറ്റ മോട്ടോഴ്സ് വേദിയിലേക്ക് ഒരു ചെറിയ കാർ കൊണ്ടുവരുന്നു. പേര് ടാറ്റ നാനോ. പക്ഷേ കാറിനേക്കാൾ വലിയ വാർത്ത മറ്റൊന്നായിരുന്നു, അതിൻ്റെ വില. ₹1,00,000 മുതൽ ഒരു പുതിയ കാർ. ₹1,00,000 ഒരു കാർ എന്ന് കേട്ടപ്പോൾ പലരും സ്തംഭിച്ചു പോയി. അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വലിയൊരു സെൻസേഷനായിരുന്നു. രത്തൻ ടാറ്റ നാനോയെ അവതരിച്ചപ്പോൾ അതിനെ വിളിച്ചത് ദ പീപ്പിൾസ് കാർ എന്നായിരുന്നു. ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങൾക്ക് കാർ സ്വന്തമാക്കാനുള്ള അവസരം നൽകുക എന്നതായിരുന്നു നാനോയുടെ ലക്ഷ്യം. അന്നത്തെ കാലത്ത് നാനോയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ വലിയൊരു എക്സൈറ്റ്മെൻറ്റായി മാറി. പലർക്കും തോന്നി ഇനി മോട്ടോർ സൈക്കിൾ മാറ്റി കാർ വാങ്ങാം. ബുക്കിംഗ് ആരംഭിച്ചു. ആളുകൾ നാനോയെ കാണാൻ ഷോറൂമുകളിലേക്ക് പാഞ്ഞെത്തി. പക്ഷേ നാനോയുടെ യാത്ര അത്ര സ്മൂത്ത് ആയിരുന്നില്ല. നാനോയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആദ്യം വെസ്റ്റ് ബംഗാളിലെ സിംഗ്നൂരിലായിരുന്നു സ്ഥാപിക്കാൻ ശ്രമിച്ചത്. വലിയൊരു ഫാക്ടറി, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ പ്ലാന്റ് നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം ആരംഭിച്ചു. കർഷകരുടെ പ്രതിഷേധം ശക്തമായി മാറി. രാഷ്ട്രീയ സംഘർഷങ്ങളുമുണ്ടായി. സ്ഥിതി മോശമായതോടെ ടാറ്റ മോട്ടോഴ്സ് വലിയൊരു തീരുമാനമെടുത്തു. സിൻഗൂർ പ്രോജക്റ്റ് ഉപേക്ഷിക്കുക. രത്തൻ ടാറ്റ പിന്നീട് പ്ലാന്റ് ഗുജറാത്തിലെ സെനാൻഡിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇത് ടാറ്റ മോട്ടോഴ്സിന് വലിയ തിരിച്ചടിയായി മാറി. ഫാക്ടറി മാറ്റണം, പ്രൊഡക്ഷൻ വീണ്ടും ഓർഗനൈസ് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിച്ചു, ടൈം നഷ്ടപ്പെട്ടു. അതേസമയം നാനോയെ കാത്തിരുന്ന കസ്റ്റമേഴ്സിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പതുക്കെ കുറയാൻ തുടങ്ങി. ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ടൈമിംഗ് വളരെ പ്രധാനമാണ്. നാനോയുടെ ആ ടൈമിംഗ് തന്നെ വലിയൊരു പ്രശ്നമായിരുന്നു. ഒടുവിൽ നാനോ വിപണിയിലെത്തി. എല്ലാ പ്രതിസന്ധികൾക്കും ശേഷം നാനോ ഒടുവിൽ ഇന്ത്യയിലേക്ക് ഉടലെത്തി. ആദ്യ കാഴ്ചയിൽ തന്നെ ചെറിയൊരു സൈസ്, സിമ്പിൾ ഡിസൈൻ, കോമ്പറ്റീറ്റീവ് ബോഡി ആൻഡ് കുറഞ്ഞ വില. മിഡിൽ ക്ലാസ് കുടുംബങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു കാർ. പക്ഷേ അവിടെ നാനോയുടെ കഥ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ടാറ്റ നാനോയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് ദ വേൾഡ് ചീപ്പസ്റ്റ് കാർ എന്ന ഒരു ലേബലിലായിരുന്നു. കേൾക്കുമ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റായി തോന്നാം. പക്ഷേ മാർക്കറ്റിൽ അത് നാനോയുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സായി മാറി. ഒരു കാർ വാങ്ങുമ്പോൾ ഒരു കസ്റ്റമർ എന്താണ് നോക്കുന്നത്? പ്രൈസ് മാത്രമല്ല, ക്വാളിറ്റി, സേഫ്റ്റി, കോമ്പാക്ട് ലുക്ക്, ഫീച്ചേഴ്സ്, ബ്രാൻഡ് ഇമേജ്, സ്റ്റാറ്റസ്. പക്ഷേ നാനോയുടെ പേര് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ആദ്യം വന്നത് ഒരു വില കുറഞ്ഞ കാർ. ഇവിടെയാണ് പ്രശ്നം. ഒരു സാധാരണ കുടുംബത്തിന് അഫോർഡബിൾ കാർ വേണം, പക്ഷേ അവർക്ക് ചീപ്പ് കാർ എന്ന ഇമേജുള്ള വാഹനം വേണമെന്നില്ലായിരുന്നു. ഒരു കുടുംബം ആദ്യമായി കാർ വാങ്ങുമ്പോൾ അത് അവരുടെ ഒരു അച്ചീവ്മെൻറ്റ് കൂടിയാണ്. അവർക്കത് അഭിമാനത്തോടെ പറയണം, ഞങ്ങൾ ഒരു കാർ വാങ്ങി. പക്ഷേ നാനോയുടെ മാർക്കറ്റിൽ അവരെ അത് ഓർമ്മിപ്പിച്ചത് ഞങ്ങൾ ഏറ്റവും വില കുറഞ്ഞ കാർ വാങ്ങി എന്ന പേരിലായിരുന്നു. ഈ ഒരു ചെറിയ വ്യത്യാസം പിന്നീട് നാനോയുടെ ഡൗൺഫാളിന് വലിയ പങ്ക് വഹിച്ചു. പിന്നീട് നാനോക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയായിരുന്നു ഫയർ ഇൻസിഡൻസ്.
നാനോയുടെ യാത്രയിൽ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ചില നാനോ കാറുകളിൽ തീപിടുത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് മീഡിയയിൽ വലിയ വാർത്തയായി. ടാറ്റ മോട്ടോഴ്സ് സംഭവങ്ങൾ പരിശോധിച്ചു. ചില സാഹചര്യങ്ങളിൽ എക്സ്റ്റേണൽ ഒബ്ജക്ട്സ്, ഇലക്ട്രിക്കൽ കോമ്പോണൻറ്റ്സ് തുടങ്ങിയവയെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടായി. കമ്പനി പിന്നീട് സേഫ്റ്റി ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നു. പക്ഷേ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ ഒരു കാര്യം വളരെ പ്രധാനമാണ്. കൺസ്യൂമർ പെർസെപ്ഷൻ. ഒരു കാറിനെക്കുറിച്ച് ആളുകൾ സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാനോ സേഫാണോ എന്ന ചോദ്യം പലരുടെയും മനസ്സിലെത്തി. നാനോയുടെ ഇമേജ് വീണ്ടും ബാധിച്ചു. പക്ഷേ പ്രശ്നങ്ങൾ ഇവിടെയും തീർന്നിരുന്നില്ല. 1,00,000 രൂപ എന്ന പേര് മാറി. നാനോയുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് എന്തായിരുന്നു വെച്ചാൽ അത് 1,00,000 രൂപയായിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇൻഫ്ലേഷൻ, അതുപോലെ ഫീച്ചർ തുടങ്ങിയ കാരണവശാൽ വില ഉയർന്നു. അപ്പോൾ കസ്റ്റമർ പോലും ചോദിച്ചു, നാനോ വാങ്ങുന്നതിന് പകരം കുറച്ചുകൂടി പണം കൊടുത്ത് ഒരു മാരുതി വാങ്ങിയാൽ പോരെ. സുസുക്കിയൊക്കെ അന്ന് കുറഞ്ഞ വിലയെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നാനോയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. പ്രൈസ് അഡ്വാൻറ്റേജ് പതുക്കെ കുറഞ്ഞു. അതേസമയം കോമ്പറ്റീറ്റേഴ്സ് കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. കസ്റ്റമേഴ്സിന് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ കാർ മാർക്കറ്റിൽ അപ്പോഴേക്കും വളരെ കോമ്പറ്റീറ്റീവ് ആയിരുന്നു. മാരുതി സുസുക്കിയുടെ സ്മോൾ കാർസ് ജനങ്ങൾക്ക് വളരെ പരിചിതമായിരുന്നു. ഹ്യുണ്ടായിയും അഫോർഡബിൾ കാർസ് അവതരിപ്പിച്ചു. കസ്റ്റമർക്ക് നിരവധി ഓപ്ഷൻ ലഭിച്ചു. അതേ കസ്റ്റമേഴ്സ് ഷോറൂമിലെത്തിയാൽ ഒരു വശത്ത് നാനോ, മറുവശത്ത് കൂടുതൽ പണം കൊടുത്താൽ കിട്ടാത്ത മറ്റൊരു എസ്റ്റാബ്ലിഷ്ഡ് കാർ. പക്ഷേ പലരും ചിന്തിച്ചു, കുറച്ചുകൂടി പണം കൊടുത്ത് വലിയ ബ്രാൻഡ് വാങ്ങുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. നാനോയുടെ ടാർഗറ്റ് ഓഡിയൻസ് പതുക്കെ മാറി തുടങ്ങി. ഇതാണ് നാനോയുടെ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നാനോ ഒരു ചീപ്പ് കാറാണോ അല്ലെങ്കിൽ സ്മാർട്ട് അഫോർഡബിൾ കാറാണോ? ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു ഐഡൻറ്റിറ്റി ശരിയായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു വശത്ത് നാനോയുടെ എഞ്ചിനീയറിംഗ് വളരെ ഇന്നോവേറ്റീവ് ആയിരുന്നു. പക്ഷേ മറുവശത്ത് കസ്റ്റമർ മനസ്സിൽ നാനോയുടെ ഇമേജ് വളരെ സിമ്പിളായിരുന്നു, ബഡ്ജറ്റ് കാർ. അതിനാൽ ചില കസ്റ്റമേഴ്സ് നാനോയെ ഫസ്റ്റ് ചോയ്സായി കാണാതെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ പോലെ കാണാൻ തുടങ്ങി. അതൊരു പ്രൊഡക്ഷന് വലിയൊരു പ്രശ്നമായിരുന്നു. ലോഞ്ച് സമയത്ത് വലിയ എക്സൈറ്റ്മെൻറ്റ് പിന്നീട് സെയിൽസായി മാറിയില്ല. ടാറ്റ മോട്ടോഴ്സ് പല അപ്ഡേറ്റും കൊണ്ടുവന്നു, ഡിഫറെൻറ്റ് വേരിയൻസ് അവതരിപ്പിച്ചു, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ നാനോയുടെ ബേസിക് പെർഫെക്ഷൻ മാറ്റാൻ കഴിഞ്ഞില്ല. സെയിൽസ് വർഷങ്ങൾ കഴിയുമ്പോഴും കുറഞ്ഞു താഴ്ന്നു. ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ പോലും വളരെ കുറയാൻ തുടങ്ങി. ഒടുവിൽ ഒരു കാലത്ത് ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ ഞെട്ടിച്ച കാർ വളരെ പെട്ടെന്ന് കുറച്ച് കസ്റ്റമേഴ്സ് മാത്രമുള്ള പ്രൊഡക്ഷനായി മാറി. 2018 എത്തുമ്പോഴേക്കും നാനോയുടെ പ്രൊഡക്ഷൻ ഏകദേശം അവസാന നിലയിലായിരുന്നു. സാനാൻ പ്രൊഡക്ഷൻ ഹൗസിൽ ഒരു നാനോ പോലും നിർമ്മിക്കാത്ത മാസങ്ങളുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സ് പിന്നീട് നാനോയുടെ റെഗുലർ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചു. ഒരു കാലത്ത് 1,00,000 രൂപയ്ക്ക് ഒരു കാർ എന്ന ലോകം മുഴുവൻ സ്വപ്നം കണ്ട വാഹനം ഇന്ത്യൻ വിപണിയിൽ നിന്നും അപ്രത്യക്ഷമായി. ഒരു വലിയ സ്വപ്നം, ഒരു വലിയ എഞ്ചിനീയറിംഗ് അച്ചീവ്മെൻറ്റ്, പക്ഷേ ഒരു വലിയ കൊമേഴ്ഷ്യൽ ഫെയിലിയറായി മാറി. ഇവിടെയാണ് നമ്മൾ വീണ്ടും തുടക്കത്തിലേക്ക് പോകേണ്ടത്. മഴയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്ത ഒരു കുടുംബത്തെ കണ്ടപ്പോൾ രത്തൻ ടാറ്റയ്ക്ക് തോന്നിയ ഈ ഒരു ചോദ്യം ഓർക്കുന്നുണ്ടോ? ഇവർക്ക് കൂടുതൽ സുരക്ഷിതമായ ഒരു വാഹനം നൽകാൻ കഴിയില്ലേ? ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരമായിരുന്നു നാനോ. അതുകൊണ്ട് നാനോ പരാജയപ്പെട്ടെങ്കിലും ആ ആശയം പരാജയപ്പെട്ടിരുന്നില്ല. അത് പറയാൻ കഴിയില്ല. നാനോ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വലിയൊരു ലെസൺ നൽകി. ഒരു പ്രോഡക്റ്റ് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിരിക്കാം, അഫോർഡബിൾ ആയിരിക്കാം, ഇന്നോവേറ്റീവ് ആയിരിക്കാം, പക്ഷേ കസ്റ്റമർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതും അത്ര തന്നെ പ്രാധാന്യമായിരുന്നു. നാനോയുടെ കഥ ഒരു കാറിൻ്റെ കഥ മാത്രമായിരുന്നില്ല, ഒരു വലിയ സ്വപ്നത്തിൻ്റെ കഥയായിരുന്നു. ഒരു സാധാരണ കുടുംബം സ്കൂട്ടറിൽ മയത്ത് യാത്ര ചെയ്യുന്നത് കണ്ട ഒരാളുടെ മനസ്സിൽ തോന്നിയ സ്വപ്നം. ആ സ്വപ്നം 1,00,000 രൂപയുടെ കാറായി മാറി. ലോകം അതിനെ പ്രശംസിച്ചു. പക്ഷേ മാർക്കറ്റ് അതിനെ സ്വീകരിച്ചില്ല. കാരണം പീപ്പിൾ ഡോണ്ട് ഓൾവേസ് ബൈ വാട്ട് ദേ നീഡഡ്. അവർ വാങ്ങുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമായിരുന്നു. അവർക്ക് അഭിമാനത്തോടെ സ്വന്തമാക്കാൻ തോന്നുന്നത്. നാനോയുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരുപക്ഷെ അതിൻ്റെ വിലയല്ലായിരുന്നു, അതിനെ ആളുകൾ എങ്ങനെ കണ്ടു എന്നതായിരുന്നു. രത്തൻ ടാറ്റ ഒരു കുടുംബത്തിന് സുരക്ഷിതമായി ഒരു കാർ നൽകാൻ ശ്രമിച്ചു. പക്ഷേ ആ കുടുംബത്തിന് വേണ്ടിയിരുന്നത് വില കുറഞ്ഞ കാർ മാത്രമല്ല, അവർക്ക് വേണ്ടിയിരുന്നത് താങ്ങാനാകുന്ന വിലയിൽ അഭിമാനത്തോടെ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു കാറായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും അബ്സല്യൂട്ട് പ്രൊജക്റ്റുകളിൽ ഒന്നായ ടാറ്റ നാനോ ഒടുവിൽ കൊമേഴ്ഷ്യൽ ഫെയിലിയറായി മാറിയത്. പക്ഷേ നാനോയുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. കാരണം ചില പരാജയങ്ങൾ നമ്മെ തോൽപ്പിക്കാനല്ല വരുന്നത്, അവ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് കേൾക്കാനാണ്. ഇതാണ് 1,00,000 രൂപയുടെ കാറിൻ്റെ കഥ, ടാറ്റ നാനോയുടെ കഥ.